ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി, എഗ് ബജി. ആദ്യം തന്നെ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു 1/2 കപ്പ് തേങ്ങ, 7-8 ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, പാകത്തിന് ഉപ്പും ചേർത്ത് ചതച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേവിച്ച് വെച്ച മുട്ട ഓരോന്നും 2 മുറിക്കുക. ഇനി ഓരോന്നിൻ്റെയും മഞ്ഞ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചമ്മന്തിയിലേക്ക് ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ മുട്ടയുടെയും വെള്ളയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു ബൗളിലേക്ക് 1 കപ്പ് ബജി പൗഡറും 1/2 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല കട്ടിയുള്ള മാവായിട്ട് കലക്കിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബജി പൗഡർ ഇല്ലെങ്കിൽ 1/4 കപ്പ് കടലപ്പൊടി എടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയെടുത്താൽ മതി. ഇനി സ്റ്റഫ് ചെയ്ത മുട്ട ഓരോന്നായി മാവിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിൽ എല്ലാ സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ആക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.